ഗൈസ് ഇവരെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഞാനപ്പോൾ അതൊക്കെ വണ്ടി അവിടെ നിർത്തിയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ നോക്കി. ആ ഹിറ്റാച്ചിയുടെ അതിൻ്റെ കൈയുടെ അറ്റത്തെ സാധാരണ ബക്കറ്റല്ലേ വരുന്നത്, അപ്പം ഇത് വേറെ ഒരു സാധനം അവരെന്താണ് ചെയ്യുന്നത് ഞാൻ പതുക്കെ അവിടെ നോക്കി. എപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അവരതിനകത്ത് ഒരു ബാഗ് വെച്ചിട്ടുണ്ട്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്തിനാണ് ഈ മണ്ണ് നിറയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ മണ്ണ് നിറയ്ക്കുന്നത്. അപ്പം കുറച്ച് നേരം ഇന്ന് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അവർ ഈ ബാഗിനകത്ത് മണ്ണ് നിറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് ശേഷം അവരെന്താണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മണ്ണൊക്കെ നിറച്ചതിന് ശേഷം അവർ നേരെ ഇപ്പുറത്തെ സൈഡിൽ 3 പേര് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യം ഒരു ബെൽറ്റ് അഴിച്ചിട്ട് ആ ബാഗിൻ്റെ ഈ കാണുന്ന ബാഗ് ഉണ്ടോ, അതേപോലെ ആ ബാഗിൻ്റെ എൻഡിൽ അവർ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഒരു മെഷീനൊക്കെ അവരുടെ കയ്യിലിരിപ്പുണ്ട്. നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഓരോ ബാഗ് നിങ്ങൾ കണ്ടോ, അത് അതേപോലെ ചെയ്തേക്കുന്നതാണ്. അവരവിടെ കടൽഭിത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ മണ്ണ് ആ ബാഗിൽ നിറച്ച് ആ ബാഗ് അവർ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പം കുറേ നേരം കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പം ഈ ഏരിയ ഞാൻ സ്ഥിരം പോകുന്നതായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഏരിയ നല്ല രീതിയിൽ കടൽ കയറുന്ന ഒരു സൈഡാണ് കേട്ടോ. അവർ കുറേ പണിപ്പെട്ട് അതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരന്നിരിപ്പുണ്ട് കേട്ടോ. ഏകദേശം കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പം സാധാരണ വേലിയേറ്റം ശക്തമാകുന്ന സമയത്ത് ആ റോഡിൽ മൊത്തം മണ്ണ് കയറി റോഡ് മൊത്തം മുങ്ങാറാണ് പതിവ്. ഞാൻ സ്ഥിരം പോകുന്നതുകൊണ്ട് ഞാനവിടെ കാണാറുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്നത് വളരെ നല്ല കാര്യം കേട്ടോ. ഏറെക്കുറെ കടൽക്ഷോഭത്തിൽ നിന്നൊക്കെ ആ ഭാഗത്തെ രക്ഷിക്കാൻ പറ്റും. എന്നാലും എത്രത്തോളം തിരമാലകളെ അതിജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഏറെക്കുറെയൊക്കെ രക്ഷിക്കാൻ പറ്റും കേട്ടോ. അവരാ മണ്ണ് നിറച്ച് സൈഡ് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടോട്ട് വെക്കുക കേട്ടോ. ഇങ്ങനെ അടുക്കി നല്ല ഹൈറ്റിൽ അവർ വെക്കും കേട്ടോ. എത്ര നാൾ ഇതിങ്ങനെ നിലനിൽക്കുന്നൊന്നും അറിയത്തില്ല. എന്നാലും ഏറെക്കുറെ അവിടുത്തെ ആ ഒരു കടൽ ക്ഷോഭത്തിൽ നിന്നും ആ ഏരിയ രക്ഷിക്കാൻ പറ്റും. അപ്പം വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്.